നമസ്കാരം, വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇവിടെ ഭയങ്കര മഴയാണ്, എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഭയങ്കര തണുപ്പും ഭയങ്കര മഴയൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ് രാത്രിയുടെ ഒരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് വൈകിട്ടായപ്പോഴത്തേക്ക് ചോറ് ഇരിപ്പുണ്ട്, ചോറെല്ലാം തണുത്തുമൊക്കെ പോയി. അപ്പോൾ ആ തണുത്ത ചോറ് കഴിക്കുന്നതിനെക്കാട്ടി വേണം കുറച്ച് ചൂടായിട്ട് കുറച്ച് പാസ്ത ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് സോസ് പാസ്ത, ചിക്കൻ ഇട്ടിട്ട് ഒരു വൈറ്റ് സോസ് പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് ഈ പാസ്തയൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് എടുത്തതാണ് നേരത്തെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടു, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇതിപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പാസ്ത ഇട്ട് വേവിച്ചെടുക്കാം. അത് ഇത്രയേ ഉള്ളൂ. ഇനി അത് സെറ്റാക്കണ്ട, അതിൻ്റെ അടുത്തേക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിക്കാം. ഏത് ഓയിൽ വെള്ളം ഒഴിക്കാം, വെളിച്ചെണ്ണയല്ല, അല്ലാതെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ. ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളച്ച് തരട്ടെ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാസ്ത ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ കുറച്ച് ചിക്കൻ ഞാൻ ഇതുപോലെ ബോൺലെസ് ആയിട്ടുള്ള പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം, ചെറിയ പീസുകളാക്കി. അപ്പോൾ ഇതേപോലെ ഉള്ള കഷ്ണങ്ങളാക്കി എടുത്താൽ അപ്പോൾ ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. കുറച്ച് വെജിറ്റബിൾസോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. നമുക്ക് ഡിന്നർ അത്താഴത്തിനൊക്കെ കഴിക്കാനാകുമ്പോൾ പിന്നെ നല്ല എല്ലാ നല്ല ഫുഡായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് പീസാക്കി എടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 5 മിനിറ്റോളം മതി, കാരണം ഇത് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് നല്ല ബോൺലെസ് ചിക്കനാണ്. കുറച്ച് ഉപ്പ് ഇട്ടു, ഇച്ചിരി കുരുമുളക് പൊടി, നമ്മുടെ എരിക്കനുസരിച്ച്, ഒരുപാട് അരിയൊന്നും വേണ്ട. ശേഷം ഒന്ന് ഇളക്കി വയ്ക്കും. അപ്പോൾ ഈ തണുപ്പത്താകുമ്പോൾ ചൂട് പാസ്ത കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ആശ്വാസം കിട്ടും തണുപ്പിൽ. അല്ലെ കഞ്ഞി കുടിച്ചാൽ മതി. ഇന്നാകുമ്പോൾ എനിക്ക് കഞ്ഞി പയറുതോരനൊന്നും വെച്ചില്ല, കഞ്ഞി മാത്രമേ ഉള്ളൂ. ഇത് ഒരു 5 മിനിറ്റ് ഇവിടെ, ഒരു 5 മിനിറ്റ് മതി, 5-10 മിനിറ്റ് ഇവിടെ ഇരിക്കാം. ഇപ്പോൾ പാസ്ത തിളച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ അത് ഒന്ന് അടച്ച് ഒരു 6-7 മിനിറ്റ് ഒന്ന് വെക്കാം. അപ്പോഴത്തേക്ക് അത് നല്ല സോഫ്റ്റ് ആവും. നല്ലപോലെ ഒന്ന് മൂടി വയ്ക്കാം. ഇതുപോലെ പാസ്ത നമുക്കിവിടെ അടച്ചു വയ്ക്കാം. 8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് നോക്കാം. വായിലിട്ട് കടിച്ച് നോക്കുമ്പോൾ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് പാസ്ത വെന്തെന്നുള്ളതിൻ്റെ ഒരു അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്കിത് അതുപോലെ വെള്ളമില്ലാതെ അരിപ്പ കൊണ്ട് പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കും. അരിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഒരു അരിപ്പ പാത്രത്തിലാക്കിയാലും മതി. ഇതേപോലെ വെള്ളമില്ലാതെ കോരി മാറ്റി വയ്ക്കാം. ഇവിടെ പാസ്ത ഇങ്ങനെ നല്ല കറക്റ്റായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഓയിലിലോ നെയ്യിലോ എങ്ങനെ വേണ്ടും പൊരിച്ചെടുക്കാം. ഞാനിപ്പം കുറച്ച് ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ എല്ലാം തിരിച്ചു വന്നു കേട്ടോ. എന്തെങ്കിലും വയ്യാതെ തണുപ്പൊക്കെ ആകുന്ന ദിവസങ്ങളിൽ തന്നെ പോയി ചോർക്ക് ഇരുന്ന് ഇരിപ്പുണ്ടെങ്കിലും വൈകിട്ട് പോയി പാസ്ത ഉണ്ടാക്കും. വൈറ്റ് സോസോ അതുപോലെ അല്ലെങ്കിൽ ചിക്കൻ പാസ്ത ഉണ്ടാക്കും, അല്ലെങ്കിൽ നോർമൽ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കും. അങ്ങനെ ഇനിയിപ്പോൾ വർക്കായതുകൊണ്ടാണ്
ഞാൻ തന്നെ നാസ്ത ഉണ്ടാക്കുന്നത് അത്ര ഇഷ്ടമല്ല, കാരണം ഞാൻ ഉണ്ടാക്കി ശരിയാകത്തില്ല. നമ്മൾ ഇന്നിപ്പോൾ എന്തായാലും പറക്കുള്ളതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ചിക്കൻ ഇവിടെ ശരിയായിട്ടുണ്ട്. നമ്മൾ ബോൺലെസ് ആണെന്നാണ്. പിന്നെ കുറച്ച് നേരം ഇതേപോലെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇല്ല കറക്റ്റായിട്ടുണ്ട്. ഇതിലോട്ട് ചെയ്തിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും. നമ്മുടെ ചിക്കൻ പാസ്തയ്ക്കുള്ള ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ പാത്രം കണ്ടില്ലേ, അതൊരു 10 രൂപയുടെ പാത്രമാണ്. നല്ല സൂപ്പർ പാത്രമാണ്. എപ്പോഴും പറയാം അമ്മയുടെ കുറേ 10 രൂപ പാത്രങ്ങളും 20 രൂപ പാത്രങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ വലിയ ഇഷ്ട ഫേവറേറ്റ് പാത്രങ്ങളാണ്. ഇനി നമുക്ക് പാസ്ത തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെളുത്തുള്ളി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കൊച്ചു കൊച്ചു പീസാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ട്രെയിൻ പോവാണ്. നമുക്ക് ഇതേപോലെ ചിക്കൻ വറുത്തത് തന്നെ മതി, പാൻ തന്നെ മതി. അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയുടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ചിട്ടേക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കാം. 2 ടേബിൾ സ്പൂണോളം മൈദ. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തു. ഇനി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കാം. മൈദയ്ക്ക് ഒരു മണം വരുന്നുണ്ട്. മണം വരുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോകരുത്, നല്ല വരും. ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് കുറേശ്ശെ ആയിട്ട് ചേർക്കണം, അത് കട്ട പിടിച്ചു പോകരുത്. തീ കുറച്ചിടണം, അല്ലെ മൈദ പെട്ടെന്നങ്ങ് കട്ടയായി. ഇതിനൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം നല്ല വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത്തിരി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാല് ചേർക്കാം. ഇനി ഇതൊന്ന് തിളപ്പിക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാസ്ത ഉപ്പിട്ടാണ് വേവിച്ചത്, അത് കാരണം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ കൂടിപ്പോകും. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തു. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കുക, നല്ല ഇളക്കിക്കണം. അങ്ങനെ ഇളക്കിക്കണം. ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർക്കാം. ബോയിൽഡ് പാസ്ത. നല്ല ക്രീമി വൈറ്റ് സോസിൽ നമ്മുടെ പാസ്ത എങ്ങനെ കുറച്ച് ബാക്കിയോടെ ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇപ്പം ഇത്ര തന്നെ എടുക്കും. പാസ്ത എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ, അപ്പം നമുക്ക് ഉണ്ടാക്കിയത്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർക്കാം. നമ്മുടെ ക്രീമി വൈറ്റ് സോസിൽ പാസ്ത വിത്ത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഒരു പീസ് ചീസ് ഗ്രേറ്റ് ചെയ്തിടാൻ പോവാം. ചീസ് നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, കാരണം
എന്താ പറയുന്നത്, കൂടുതൽ ക്രീമി ആയിട്ടൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാണ്ടാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചീസ് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനെന്തായാലും കുറച്ച് ഗ്രാൻഡായിട്ട് ചീസൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. കിച്ചുവിന് വേണ്ടിയാണ് സ്പെഷ്യലായിട്ടായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം രാവിലെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഒരു സ്പെഷ്യൽ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ചീസ് ഇട്ടു. എല്ലാം ചാടി പോയിച്ചൂടെ വലിയ പാത്രം എടുക്കായിരുന്നു. ഓക്കെ, നമ്മുടെ ക്രീം നല്ല ഒന്നാമത്തെ പാസ്ത റെഡി ആയിട്ടുണ്ട്. കിച്ചു പാസ്ത കഴിക്കാൻ വാ. അയ്യോ ഈശ്വര, ഞാനാ വരുന്നില്ലേ എൻ്റെ ദൈവമേ. ചൂടാ പാത്രമൊക്കെ നമ്മുടെ ഇത്രയും പാസ്ത എന്തിനാന്നായിരിക്കും. ഞങ്ങളിത് അന്നേരം തന്നെ കാലിയാക്കിക്കോ. അപ്പോൾ നമ്മുടെ പാസ്ത അല്ല ചിക്കൻ പാസ്ത ഇൻ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. കുറച്ചും കൂടെ എടുത്ത് ചൂടാണ്, നല്ല ചൂടോടെ പാസ്ത കഴിക്കാം. നല്ല ടേസ്റ്റ് കഴിക്കാം. തണുപ്പിന് പറ്റിയ നല്ല ഒന്നാം തരം പാസ്തയാണ്. നല്ല കുരുമുളകിൻ്റെ നല്ല വലിയൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കൂടുതലൊക്കെ ഇട്ടു, അങ്ങനെ തണുപ്പല്ലേ. നമ്മുടെ ഈ വൈറ്റ് സോസ് പാസ്തയുടെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. മഴ സമയത്ത് പാസ്തയൊക്കെ വെച്ച് കഴിച്ച് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.